ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വയനാട്ടിലെ അമ്പലവയലുള്ള പൂപ്പൊലിയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാ കൊല്ലം നടക്കുന്ന ഈ പൂപ്പൊലി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പം പൂപ്പൊലിയിലേക്ക് കിടക്കാം. ആദ്യമേ ഞാൻ പറയട്ടെ, അന്താരാഷ്ട്ര ഒരു സെറ്റപ്പിൽ തന്നെ ഇത് ചെയ്തേക്കുന്നത്. നൂറുകണക്കിന് ആയിരക്കണക്കിന് പുഷ്പങ്ങളുണ്ട് ഇവിടെ. ഇഷ്ടം പോലെ പുഷ്പങ്ങളാണ്. അടിപൊളി. നമ്മുടെ കാണാത്തതും കേൾക്കാത്തതായിട്ട് ഒരുപാട് പുഷ്പങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് ഈ കൊല്ലത്തെ 2025 9ാമത്തെ പതിപ്പാണിത്. പിന്നെ ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അതായത് ഒരു 2 ലക്ഷത്തിന് മേളിൽ ആൾക്കാരാണ് ഇവിടെ വന്ന് ഇത് സന്ദർശിച്ച് പോകുന്നതെന്നാണ് അധികൃതർ പറയുന്നത്. ഇവിടെ നമ്മുടെ അടുത്തുള്ള ജില്ലകളിൽ നിന്നും അതുപോലെ സംസ്ഥാനങ്ങളിൽ കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് അവിടെ നിന്നെല്ലാം ആൾക്കാർ കാണാൻ വരുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. വയനാട്ടിലെ സുൽത്താൻ ബത്തേരിൻ്റെ അടുത്ത് തന്നെ അമ്പലവയൽ എന്നാണ് പറയുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ്റെയും കേരള കാർഷിക സർവകലാശാലയുടെയും കൃഷി വകുപ്പും ചേർന്നാണ് ഇത് സംഘടിപ്പിക്കുന്നത്. ഇത് 13 ഏക്കറിൽ പരന്നു കിടക്കുന്നൊരു സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 2014 ഇത് ആദ്യം ആരംഭിക്കുന്നത്. ജനുവരി 1 മുതൽ ജനുവരി 15 വരെയാണ് ഇതിൻ്റെ ഡേറ്റ്. എല്ലാ കൊല്ലവും ഈ ഡേറ്റ് തന്നെയാണ് പോകുന്നത്. ചില കൊല്ലങ്ങളിൽ ഇത് 20 വരെ നീളുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പൂക്കളും അതുപോലെ തന്നെ സ്റ്റേജ് പ്രോഗ്രാംസും ഓരോ ദിവസം വ്യത്യസ്തമായ കലാകാരന്മാരെ അണിനിരത്തുന്ന ഓരോ പരിപാടികളുമാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. അടിപൊളി പുഷ്പങ്ങളും അതുപോലെ ലൈറ്റിങ്ങും സെറ്റിങ്ങും എല്ലാം അടിപൊളി അതിഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 2024 ഇതിനേക്കാൾ ഭംഗിയുണ്ടായിരുന്നു. ഓരോ കൊല്ലം കൂടുന്തോറും ഇതിൻ്റെ ഭംഗി ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 2023 ഇതിനേക്കാൾ ബെറ്റർ ആയിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. 2024 ഞാൻ കണ്ടായിരുന്നു. ഇതിനേക്കാൾ ഭംഗിയുണ്ടായിരുന്നു 2024. ഓരോ വർഷവും നിങ്ങളിങ്ങനെ നശിപ്പിച്ച് കളയരുതെന്ന് മാത്രമേ എൻ്റെ ഒരു അഭ്യർത്ഥനയുള്ളൂ. എന്നാൽ തന്നെ അടിപൊളിയായി ഗംഭീരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഓരോ കലാകാരന്മാർ ചെയ്തു വെച്ചേക്കുന്ന ഓരോ രീതികളും അതുപോലെ ഇവർ ചെയ്തേക്കുന്ന എല്ലാ പ്രവൃത്തികളും അടിപൊളിയാണ്. ഇത് വർഷത്തിൽ ഒരൊറ്റ തവണയാണ് ഇത് ചെയ്യുന്നതെങ്കിലും ഇത് ഒരു വർഷത്തെ ഒരു കാത്തിരിപ്പാണിത്. ഒരു മിഠായി കടയാണ്. നമ്മുടെ പണ്ട് ചെറുപ്പകാലങ്ങളിൽ നമ്മൾ മേടിച്ച് കഴിച്ചിട്ടുള്ള എല്ലാത്തരം മിഠായികളും ഉണ്ട് ഇവിടെ. പക്ഷേ ആ ടേസ്റ്റ് ഒന്നുമില്ല. ഞാൻ 2-3 മേടിച്ചായിരുന്നു. ആ ടേസ്റ്റ് ഒന്നും ഇല്ലത്തില്ല. പക്ഷേ പണ്ട് കാലത്തുള്ള നമ്മൾ മേടിച്ച് കഴിച്ചിട്ടുള്ള മിഠായികളെല്ലാം ഉണ്ട്. അത് നൊസ്റ്റാൾജിയാണ്. വിവിധ കലാപരിപാടികൾ, ആകാശത്തൊട്ടിൽ, ഇതുപോലുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതിനൊന്നും കുറവൊന്നുമില്ല. കുറച്ച് പുഷ്പങ്ങളുടെ കുറവുണ്ടായിരുന്നു കഴിഞ്ഞ 2024 അപേക്ഷിച്ച്. ബാക്കിയുള്ള പരിപാടികൾ, ആക്ടിവിറ്റീസ് എല്ലാം അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റേജ് പ്രോഗ്രാംസ് ആണെങ്കിലും അടിപൊളിയായിരുന്നു. അടിപൊളി കിടക്കാച്ച സ്റ്റേജ് തന്നെയായിരുന്നു. പ്രോഗ്രാമിലൊക്കെ ആയിരുന്നു, അടിപൊളിയായിരുന്നു. അതിനുശേഷം ബൂബാറ്റി വിളിച്ചു. ആദ്യമായിട്ടാണ് ഞാൻ ബൂബാറ്റി ട്രൈ ചെയ്യുന്നത്. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് മേടിച്ചു തന്നത്. താങ്ക് യു.